मिर्ज़ा गालिब के പാഠഭാഗ का दूसरा भाग सुनिए. രണ്ടാമത്തെ ഭാഗം നമുക്ക് പഠിക്കാം പാഠത്തിൻ്റെ. एक दिन बरसात हुई, खूब पानी बरसा. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. वो पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत दी. एक दिन बरसात हुई. ബർസാത്ത് ബാരിഷ്, ഒരു ദിവസം ബർസാത്ത് ഹുയി, മഴയുണ്ടായി. ഖൂബ് പാനി ബർസ, നന്നായിട്ട് മഴ പെയ്തു, ഒത്തിരി വെള്ളം കിട്ടി. ഹംനെ എക്ക് ചാദർ ബാന്തിലി, നമ്മൾ മഴവെള്ളം പിടിക്കാനായിട്ട് ഇങ്ങനെ തുണി കെട്ടിയിടുകയല്ലേ, ചാദർ എന്ന് പറഞ്ഞാൽ പുതപ്പാണ്, അതിനൊരു തുണി കെട്ടിയിട്ട്. ഒരേക്ക് മട്ക, അതിൻ്റെ താഴെ ഒരു കുടം, ഉസ്കെ നീച്ചെ രഖ് ദിയ. चादर के नीचे क्या रख दिया? एक मटका रख दिया. क्यों मटका रख दिया? पानी इकट्ठा करने के लिए, വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു കുടം വെച്ചു. वो पानी ही उस वक्त, ആ വെള്ളം, ഉസ് വക്ത്, ആ സമയത്ത്, ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ദി, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നു ആ വെള്ളം ആ സമയത്ത്. കാരണം പാനിക്ക് കമി ഹേ ഉസ് സമയം. वो शोरा बारूद बनाने के काम में आते പാനി പീ രഹേ ഹേ അല്ലേ, വെടിമരുന്നിന് ഉപയോഗിച്ച വെള്ളമാണ് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമില്ല അവർക്ക്. ആ സമയത്തൊരു മഴ കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായില്ലേ, അവർ വെള്ളം കളക്ട് ചെയ്ത് അവരത് കുടിച്ചു. असली मुसीबत 5 अक्टूबर 1857 को आई, जब कुछ अंग्रेज मेरे घर में घुस आए. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. वहाँ से कुछ दूरी पर कर्नल ब्राउन नाम का एक अंग्रेज अफसर था. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. ब्राउन का चेहरा सुर्ख था, आंखें भी लाल लाल थी. उनकी ऊंचाई 6 फुट से भी ज़्यादा थी. उसने मुझसे पूछा, अब क्या करते हो? मैंने कहा, उर्दू में कविता लिखता हूँ. तो तुम पोएट हो? उसने कहा. मैंने सिर हिलाकर हामी भरी, हाँ. അസലി മുസീബത്ത് ശരിക്കുള്ള കഷ്ടപ്പാട്, മുസീബത്ത് കഷ്ടപ്പാട്. 5 അക്ടോബർ 1857 को ആയി. ഞങ്ങളുടെ ശരിക്കുള്ള കഷ്ട ദിനം എന്നായിരുന്നു? 1857 अक्टूबर 5 ആയിരുന്നു. क्यों ऐसा कहता है? जब कुछ अंग्रेज मेरे घर में घुस आए. कौन आए घर में? कुछ अंग्रेज लोग. किस लिए आए? उन्होंने मेरे साथ किसके साथ? मिर्ज़ा गालिब के साथ, मेरे दोनों बच्चों, उनके दोनों बच्चों और नौकरों के साथ ही, അദ്ദേഹത്തിൻ്റെ दोनों बच्चों, 2 കുട്ടികളെയും, और नौकरों के साथ ही, വേലക്കാരുടെ കൂടെ, कुछ पड़ोसियों को भी गिरफ्तार कर लिया. കുറച്ച് പടോസി എന്ന് പറഞ്ഞാൽ അയൽക്കാരെ കൂടി ഗിരഫ്താർ കർ ദിയ. ഗിരഫ്താർ കർണ എന്ന് പറഞ്ഞാൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുക. അംഗ്രേസുകാർ ഒരു ദിവസം ചാടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും വേലക്കാരെയും ഒപ്പം കൂടെ കുറേ അയൽവാസികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാസെ, അവിടെ നിന്ന്, കുച്ച് ദൂരി പർ, കുറേ ദൂരെ, कर्नल ब्राउन नाम का एक अंग्रेज अफसर था. अंग्रेज अफसर का नाम क्या है? कर्नल ब्राउन. वो कहाँ रहता है? मिर्ज़ा गालिब के घर से कुछ दूरी पर. गिरफ्तार किए गए लोग एक एक कर, गिरफ्तार किए गए लोग, അറസ്റ്റ് ചെയ്ത ആളുകൾ, एक एक कर, ഓരോരുത്തരെയായിട്ട്, उसके सामने पेश किए जा रहे थे, അദ്ദേഹത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരിക. അറസ്റ്റ് ചെയ്തവരെ ഓരോരുത്തരെയായിട്ട് കേണൽ ബ്രൗണിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കാ ചെഹറ കേസാ ഹേ? ബ്രൗൺ കാ ചെഹറ സുർക്ക് ദാ. സുർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളർ, വെള്ളക്കാരനാണല്ലേ, വെളുത്ത് ചുവന്നിരിക്കുക അയാളുടെ മുഖം. ആംഖേം ഭി ലാൽ ലാൽ ദി, കണ്ണുകൾ എങ്ങനെയാ? ലാൽ, ചുവന്ന കണ്ണിരിക്കുന്നത്. और उसकी ऊंचाई, അയാളുടെ ऊंचाई, हाइट कितना है?
फुट से भी ज्यादा थी. 6 फुट 6 അടി. 6 ഫുട്ട് അടി 6 അടിയേക്കാൾ ഉയർന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ ഒരു വലിയ മനുഷ്യൻ 6 അടി പൊക്കത്തിൽ ചുവന്നു കണ്ണുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അയാളുടെ മുമ്പിലേക്കാണ് ഓരോരുത്തരെയായിട്ട് കടത്തിവിടുക. ഉസ്നെ മുച്ചസെ പൂച്ച, ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അബ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യാം? മെനെ കഹ, ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഉറുദുമേ കവിത ലിഖ്താഹും, ഉറുദുമേ കവിത ലിഖ്താഹും, ഞാൻ ഉറുദുവിൽ കവിത എഴുതുകയാണ്. തോ തും പോയറ്റോ, നീ പോയറ്റ് കവിയാണോ? ഉസ്നെ കഹ. മെനെ സിർ ഹിലാക്കർ ഹാമി ഭരി, ഹാമി ഭരി, ഹാമി ഭരി, എസ് എന്നിങ്ങനെ തലയാട്ടി കാണിക്കുന്നതിനാണ് ഹാമി ഭരി. ഹാ हाँ എന്ന് പറഞ്ഞു, അതേന്ന് പറഞ്ഞു. मेरे जवाब से ब्राउन को खुशी हुई. ब्राउन को खुशी होने का कारण क्या है? मिर्ज़ा गालिब एक कवि है, यह सुनकर उनको खुशी हुई. उसने अपने सिपाहियों को हुक्म दिया. उसने, किसने? कर्नल ब्राउन ने अपने सिपाहियों को, തൻ്റെ സിപ്പായിമാരെ വിളിച്ചിട്ട് ഹുക്കം ദിയ. ഹുക്കം ദേന എന്ന് പറഞ്ഞാൽ ഓർഡർ, ആജ്ഞാപിക്കുക. क्या हुक्म दिया? इनको इज्जत के साथ घर वापस छोड़वाओ. इनको इज्जत के साथ, इज्जत आदर, इज्जत के साथ, आदर के साथ, सम्मान के साथ घर वापस छोड़ जाओ, छोड़ आओ. ഇദ്ദേഹത്തിനെ ആദരവോടുകൂടി ബഹുമാനത്തോടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. ഇസ കർണ കാ ക്യാ കാരൻ ഹേ? ക്യോങ്കി കേണൽ ബ്രൗൺ കവി കോ ആദർ കർത്തേ ഹേ. കവിയെ ആദരിക്കുന്നു അല്ലേ, കവികളോട് ബഹുമാനമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വെറുതെ വിട്ടത്. മെനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയ, നിവേദൻ കിയ, നിവേദനം കൊടുത്തു, അപേക്ഷിച്ചു. ക്യാ നിവേദൻ കിയ ഹേ? മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ, എൻ്റെ ഒപ്പം ഗിരഫ്താർ കിയേ ഗയേ, അറസ്റ്റ് ചെയ്യപ്പെട്ട പഡോസി, ആ അയൽക്കാർ, ബേഹദ് സീതേ സാദേ ലോഗ് ഹേ. അവർ ബേഹദ് അങ്ങേയറ്റം, സീതേ സാദ് ലോഗ് ഹേ, നിഷ്കളങ്കരായ ആളുകളാണ്, സാധാരണക്കാരാണ് അവർ. ഉന്നേം ബി റിഹാ കർ ദിയാ ജായേ, ഉന്നേം ബി റിഹാ കർ ദിയാ ജായേ, അവരെയും വെറുതെ വിടൂ, അവരെയും വെറുതെ വിടുവോ എന്ന് ചോദിച്ചു. ഏ ലോഗ് ബി കവിത കർത്തേ ഹേ? മേനെ കഹ, ഇവരും കവിത എഴുതുന്നവരാ. അപ്പോൾ കവി ഹോനേക്കെ കാരൻ ഇൻകോ ചോട് ദിയാ ഹേ, ഒരു കവി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വെറുതെ വിട്ടത്. അതുകൊണ്ട് മിർസ ഗാലിബ് എന്ത് പറഞ്ഞു അവരെ രക്ഷിക്കാൻ വേണ്ടി? ഏ പഡോസി ലോഗ് ബി കോനെ കവിത കർനെ വാലേ ഹ. കേണൽ ने उनको भी घर जाने की ഇജാസത്ത് ദേ ദി. ഇജാസത്ത്, അനുമതി, ഇജാസത്ത്, അവരെയും വീട്ടിലേക്ക് വിടാൻ അനുമതി കൊടുത്തു. ഇസ് തരഹ്, ഇങ്ങനെ കവിതാക്കെ കാരൻ, കവിതയുടെ കാരണം കൊണ്ട് ഉസ് റോസ് കരീബ് 50 ആത്മിയോं की जानें बच गई. കരീബ് ഏകദേശം 50 ആത്മിയോं की जानें बच गई, ഒരു 50ഓളം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു. കേണൽ ബ്രൗൺ कैसे आदमी है? वो एक क्रूर आदमी है. उनकी शारीरिक प्रकृति कैसी है? वो सुर्ख है, उनकी आंखें भी लाल है, उनकी ऊंचाई 6 फुट से भी ज़्यादा है. और मिर्ज़ा गालिब को छोड़ने का कारण क्या है? एक कवि होने के कारण उसको छोड़ दिया, क्योंकि ब्राउन कवि को आदर करते हैं, सम्मान करते हैं, इसलिए. കൈസെ കരീബ് 50 ആത്മിയോं की जान बच गए. എങ്ങനെയാണ് 50ഓളം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞത്? मिर्ज़ा गालिब ने वो ब्राउन से कहा, क्या कहा? ये लोग भी कविता करते हैं, इसी कारण, कवि होने के कारण, कवि होने के वास्ते उनका रिहा कर दिया. ഓക്കെ, ഇത്രയും നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ പുറകെ തരാം. ഓക്കെ.